ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ അമ്മയ്ക്കും മാതാവിന് നന്ദി പറയണം. ഞാനിന്നിവിടെ വന്ന് നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ കുവൈറ്റിലായിരുന്നു. ഞാൻ 20 വർഷം കൊണ്ട് വീട്ടുജോലി ചെയ്താണ് അവിടെ ജീവിച്ചിരുന്നത്. ഇടയ്ക്ക് വന്നും പോയൊക്കെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഒരു 3 വർഷം മുന്നേ സ്ട്രോക്ക് വന്നു. അപ്പോൾ പിന്നെ ഒരു വശം ഫുള്ളായിട്ട് തളർന്നു പോയി. ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഈശോയെയും മാതാവിനെയും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു 3-4 മാസം എക്സസൈസ് ചെയ്ത് മാതാവിനോട് പ്രാർത്ഥന മുടങ്ങാതെ വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയോടും മാതാവിനോടും ബലമായിട്ട് പിടിച്ചു. എൻ്റെ ഈശോ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, എൻ്റെ വലത് കരങ്ങളിൽ ഈശോ മുറുകെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ മാതാവ് എൻ്റെ ഇടത് കരത്തിൽ പിടിച്ചിട്ടുണ്ട്, രണ്ടുപേരും പിടിച്ചാണ് ഞാൻ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ സ്വയം എഴുന്നേറ്റ് നടന്ന് ഇന്നും ഒരു കുഴപ്പമില്ല. ഒരു സൈഡ് കംപ്ലീറ്റ് പോയി കിടന്നതാണ് ഞാൻ. അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ജോലിയില്ല. 6 മാസം വരെ ജോലിയില്ലാതെ ഇരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വിസ അടിക്കുന്ന സ്ത്രീയോട് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നിൻ്റെ വിസ കുവൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണല്ലോ, നീ പിന്നെ എങ്ങനെ പോകും നാട്ടിലോട്ട്? അപ്പം ഞാൻ ചോദിച്ചു നീ എന്നോട് പറയാതിരുന്നേ? ഞാൻ നാട്ടിൽ പോകുന്ന കാര്യം, എനിക്ക് സുഖമില്ലാത്ത കാര്യം നിനക്കറിയാമല്ലോ, അപ്പോൾ നീ എന്നോട് പറയാതിരുന്നേ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടാണോ കുവൈറ്റ് വിസ ക്യാൻസൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്ത് എംബസി കൊണ്ടുപോയി അവരോട് കാര്യം പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് സുഖമില്ല, പിന്നെ ആണെങ്കിൽ ഇവിടെ ജോലിയില്ല, അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു വിസയുടെ നമ്പർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വിസയുടെ 3 നമ്പർ മാറിക്കിടക്കുക. ഈ കുവൈറ്റിനകത്ത് ആർക്കും ഇന്ന് വരെ സംഭവിക്കാത്തൊരു കാര്യമാണ്. വിസയുടെ 3 നമ്പർ മാറിക്കിടക്കുക. ഞാനൊന്നും ചെയ്തിട്ടില്ല. കുവൈറ്റിയാണ് വിസ എടുത്ത് തന്നത്. ഞാൻ പോകുന്നു വരുന്നു എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സിസ്റ്റത്തിൽ നോക്കുമ്പം ഞാൻ കുവൈറ്റിലില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ കുവൈറ്റിലില്ല, ഞാൻ നാട്ടിലാണുള്ളത്. പക്ഷേ ഞാൻ 20 വർഷം കൊണ്ട് കുവൈറ്റിലുണ്ട്. എനിക്കറിയാം ഞാൻ കുവൈറ്റിലുണ്ട്. 2 വർഷത്തിലൊരിക്കൽ 500 ദിനാറിൽ തുടങ്ങി 850 ദിനാറ് വരെ കൊടുത്ത് ഞാൻ വിസ അടിച്ചാണ് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിസയാണ് കുവൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവൻ കേസ് കൊടുത്തത്. കേസില്ലായിരുന്നെങ്കിൽ എനിക്ക് കയറി വരാമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കേസായപ്പോൾ എനിക്ക് കേസ് കൊടുത്ത സ്റ്റേഷനിൽ പോയി എന്നോട് സറണ്ടർ ആവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല, നിങ്ങൾ കൊടുക്കന്നെ, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ എനിക്ക് പേടിയാണ്, ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അവരെന്നെ 4 ദിവസം എംബസിയിൽ ഇരുത്തിയിട്ട് 5ൻ്റെ അന്ന് എന്നെ പോലീസിന് കൊടുത്തു. പോലീസ് എന്നെ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു നിങ്ങളെന്ത് ഇത്രയും നാളായിട്ട് ഈ നമ്പർ മാറിക്കിടന്നത് നിങ്ങൾക്കറിയത്തില്ലേ, നിങ്ങളെന്തുകൊണ്ട് പറഞ്ഞില്ല, നിങ്ങളത് എന്തുകൊണ്ട് ശരിയാക്കിയില്ല എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, വിസ അടിക്കുന്നത് കുവൈറ്റിയാണ്, ഞാൻ പൈസ കൊടുക്കുന്നു വിസ അടിക്കുന്നു, കുവൈറ്റിയാണ് വിസ അടിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അവിടം തൊട്ട് ഞാൻ എൻ്റെ ഈശോയെ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. 3 വർഷമായി ഞാൻ പറയുന്നു മാതാവിൻ്റെ നടയിൽ വരണം, എനിക്ക് ഉടമ്പടി എടുക്കണം, സാക്ഷ്യം പറയണം എന്ന് എനിക്ക് സ്ട്രോക്ക് വന്ന സമയം തൊട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എന്നെ ഇവിടെ കൊടുക്കല്ലേ, എന്നെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണേ, എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്ക് സാക്ഷ്യം പറയണം, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് പറയുകയാണ്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഒരു പോലീസുകാരൻ എന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു. 3-ാമത്തെ സ്ഥലത്ത് വന്നിട്ട് ആ ഓഫീസറാണ് അയാളോട് ചോദിച്ചു അത് വയസ്സായ തള്ളയല്ലേ, അവരെ ഇവിടെ ഇട്ടിരുന്ന അവരിവിടെ കിടന്ന് മരിച്ചു പോയാൽ നമുക്ക് എന്ത് കാര്യം, അവരെ എങ്ങനെയെങ്കിലും നാട്ടിൽ കയറ്റിവിടാം എന്ന് അയാൾ പറയുന്നു. പക്ഷേ ആ ഓഫീസർ എന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അയാൾ തല കുനിച്ചങ്ങ് ഇരുന്ന് കളഞ്ഞു. അയാൾ കണ്ട പാപം കാണിച്ചില്ല. ഇയാൾ എന്നെ കൊണ്ടുപോയി സെല്ലിനകത്തിട്ടു. 49 ദിവസം ഞാൻ ആ സെല്ലിനകത്ത് കിടന്ന് ഈശോയോടും മാതാവിനോടും മുട്ടിപ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു എന്നെ നാട്ടിലെത്തിക്കണം, എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്ക് സാക്ഷ്യം പറയണം. ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് മക്കൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഞാൻ ചെന്നതിന് ശേഷം ഈ 49 ദിവസം കൊണ്ട് ഒരുപാട് മക്കൾ അവിടെ വന്നു. അവരെല്ലാവരും 3 ദിവസം 4 ദിവസം 5 ദിവസം ഏറിയ 10 ദിവസം ഈ ദിവസങ്ങൾക്കുള്ളിൽ അവരെ കൊണ്ടുപോവുക, കയറ്റിവിടാൻ വേണ്ടി കൊണ്ടുപോവുക. വിസ ഇല്ല, പാസ്പോർട്ട് ഇല്ലാത്ത പെണ്ണുങ്ങളെ, എൻ്റെ പാസ്പോർട്ടുണ്ട്, ഞാൻ വിസ അടിച്ചു നിന്ന് ജോലി ചെയ്തവളാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഈശോയെ എന്നെ ശിക്ഷിക്കരുതേ അപ്പ, എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കല്ലേ അപ്പ, എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണേ, എന്നെ നാട്ടിലെത്തിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ഓരോ പെണ്ണുങ്ങളും പോകുമ്പോൾ ഞാൻ കരയുക, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് നാട്ടിൽ പോകണം, കൃപാസനത്തിൽ പോകണം, എനിക്ക് ഉടമ്പടി എടുക്കണം, എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, ഉടമ്പടി എടുത്തിട്ട് ഞാൻ മരിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പേ മാതാവിന് വാക്ക് കൊടുത്തതാണ്, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന്. എനിക്ക് സ്ട്രോക്ക് വന്നപ്പം അത് പാലിക്കാതെ മരിക്കാൻ പറ്റുമോ? അതെനിക്ക് പാലിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ നാട്ടിൽ പോയിട്ട് ഞാൻ മരിച്ചോട്ടെ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ വന്നിറങ്ങിയ ഉടനെ ഞാൻ വന്ന് അമ്മയുടെ നടയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. 54-ാമത്തെ ദിവസം എന്നെ ഒരു പോലീസ് വന്ന് വിളിക്കുകയാണ്. വിജയമ്മ പെട്ടെന്ന് സന്തോഷം കൊണ്ട് എഴുന്നേറ്റ് തുള്ളി ചാടി എഴുന്നേറ്റ്. എന്നെ പേര് വിളിക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം, ഒരുപാട് പേര് അവിടുന്ന് പോകുന്നുണ്ടല്ലോ. ചാടി എഴുന്നേറ്റ് എന്താ സാറെന്ന് ചോദിച്ചു. ഞാനാണ്. ഇത് നീയാണോ? എൻ്റെ പാസ്പോർട്ട് കൊണ്ടുവന്ന് എന്നെ കാണിക്കുക. ഞാൻ പറഞ്ഞ ഞാനാണ്. അപ്പോൾ നാളെ നിങ്ങളെ 3 പേരെ ഒരുമിച്ച് കൊണ്ടുപോകും, കയറ്റിവിടാൻ വേണ്ടി സാബർ ജയിലിലേക്ക് നിങ്ങൾ 3 പേരെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോയ്ക്കും മാതാവിനും 1 കോടി നന്ദി. അപ്പം തന്നെ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന കേട്ട മാതാവ്. എല്ലാ ദിവസവും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പം രാത്രി പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണീരോടുകൂടി കിടക്കും. ഒരു ദിവസവും ഉറങ്ങില്ല, ഒരു അരമണിക്കൂറോ 2 മണിക്കൂറോ ഉറങ്ങും, അതിൽ കൂടുതൽ ഞാൻ ഉറങ്ങാറില്ല. പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്നിരുന്ന് പറയും, നീ എന്തിനു വിഷമിക്കുന്നു, ഞാനില്ലേ നിനക്ക്, നീ എന്തിനു വിഷമിക്കുന്നത്, നീ സങ്കടപ്പെടല്ലേ, നീ കരയല്ലേ, നിന്നെ ഞാൻ കൊണ്ടുപോകും. എൻ്റെ അടുത്ത് വന്നിരുന്ന് പറയുന്നു, എൻ്റെ തോളി പിടിച്ചിട്ട് എൻ്റെ മാതാവ് എന്നോട് പറയുന്നു, നീ എന്തിനു വിഷമിക്കുന്നു, നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു. എന്നെ ഇവിടെ എത്തിച്ചു. എന്തായാലും 49-ാമത്തെ ദിവസം അവരെന്നെ സാബർ ജയിലിൽ കൊണ്ടുപോയി. 4 ദിവസം സാബർ ജയിലിൽ കിടന്നു. 5-ൻ്റെ തന്നെ നേരെ അവർ മദ്രാസിലേക്ക് ടിക്കറ്റ് തന്നു, അവർ തന്നെ ടിക്കറ്റ് തന്ന് കയറ്റി വിട്ടു. എൻ്റെ മാതാവിന് ഈശോയ്ക്ക് 1 കോടി നന്ദി. സ്തുതിയും സ്തോത്രവും പറഞ്ഞാലും ഇനിയുള്ള കാലം ഈ പ്രാർത്ഥനയിലും സ്തുതിപ്പിലും ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര കാലം എനിക്ക് ആയുസ് അവർ തരുന്നോ അത്രയും കാലം എൻ്റെ ഈശോയെയും മാതാവിനെയും മറക്കാതെ അവർക്ക് വേണ്ടി ഞാൻ വേല ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്തും വർഷത്തിൽ 4 മാസം ഞാനിവിടെ 4 അനാഥ മന്ദിരത്തിന് 2000 രൂപ വെച്ച് ഞാൻ അയച്ചു കൊടുക്കും. എനിക്ക് അതിനുള്ള വരുമാനമേ ഉള്ളൂ. ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസിനായാലും ഓണത്തിനായാലും ഒരുപാട് പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നും ഒരാൾക്കാണെങ്കിലും 2-3 പേർക്കാണെങ്കിലും ഞാൻ പൈസ കൊടുത്തു. അതൊക്കെ ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്കും ഇതുപോലുള്ളൊരു കഷ്ടകാലം വന്ന്. അപ്പോൾ എല്ലാവരും ഒന്നറിഞ്ഞിരിക്കണം, ഈശോയും മാതാവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അവരെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയിൽ, ഒരൊറ്റ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേർവഴിക്ക് നയിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്, നേരിട്ട് അറിഞ്ഞ വ്യക്തിയാണ്. ഇനിയും ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിപ്പാനും സാക്ഷ്യം പറയാനും എനിക്ക് ഇനിയും അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് മാതാവിന് 1 കോടി നന്ദി. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനമാണ്. തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈ മകള് ഇന്നിവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്കും ഇന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാൻ അമ്മയെ വിളിച്ച് സ്വർഗം പറഞ്ഞതൊക്കെ കേട്ടതാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മ പറയുന്നത് സ്വർഗം കേൾക്കും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഫാത്തിമയിലോ ലൂർദിലോ ഒക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ വലിയ കാര്യങ്ങളായിട്ട് നാം ഇന്ന് കരുതുന്നു. ആലപ്പുഴയിൽ ഈ ചെറിയ കൃപാസനത്തിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലാണ് നാം വന്നിരിക്കുക. ഇവിടെ വിളിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അമ്മ നമുക്ക് വേണ്ടി ഇടപെടും. അതിൻ്റെ 1 കുന്ന് സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് പല രീതിയിലുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ. താൻ എത്ര ദിവസം ജയിലിലായിരുന്നുവെന്നും എങ്ങനെ തനിക്ക് അവിടെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി എന്നാണ് പറയുക. അതായത് മറ്റ് രാജ്യക്കാരായ
സ്ത്രീകളെയൊക്കെ അവിടെ കൊണ്ടുവരുമ്പോൾ അവരോട് ചേർന്ന് അവരെ കൂടെ ചേർത്തി തനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയാവുന്നത് സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും വിശ്വാസ പ്രമാണവും മാത്രമാണ്. അതിങ്ങനെ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഒരു കൊന്ത പോലും കയ്യിലെടുക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാം അവരവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ ഈ മക്കളെയും കൂടെ കൂട്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് പലരും രക്ഷപ്പെട്ടു പോയി. അവരൊക്കെ ഈ മകൾക്കാണ് നന്ദി പറഞ്ഞത്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ എനിക്കല്ല കൃപാസന മാതാവിന് നന്ദി പറയണം. അമ്മയെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മ സഞ്ചാരി മാതാവാണ്. അമ്മ എവിടെയെല്ലാം നാം ICUവിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ, നമ്മുടെ ലോൺ കിട്ടാനായിട്ട് ബാങ്കിൽ, അതുപോലെ ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളിലാണ് ഇതേപോലെയുള്ള കേസുകളിൽ ഒക്കെ അമ്മ വന്ന് നമുക്ക് വിടുതൽ നൽകുക. അപ്പോൾ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായി ഈ ആലയത്തിലുണ്ട്. നാം എവിടെ പോകുന്നുവോ അവിടെയെല്ലാം നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. അങ്ങനെ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്ത് തൻ്റെ പുത്രൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മെ കൈപിടിച്ച് നടത്തുവാനായി അമ്മ വന്നിരുന്ന് പറഞ്ഞു എന്നാണ് പറയുക ഈ മകള്. അതൊക്കെ ഓരോരുത്തർക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ്. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാനില്ലേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതുതന്നെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം 20-24 നമുക്ക് വായിക്കുവാൻ സാധിക്കുക. താൻ കൂടെ ഉണ്ടാകുമെന്ന വാഗ്ദാനം ഇന്നും ദൈവം നമ്മുടെ കൂടെ വന്ന് നമുക്ക് കൂട്ടായി തണലായി നിൽക്കുന്ന അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നു. അമ്മ നൽകിയ സംരക്ഷണയിൽ തനിക്ക് കിട്ടിയ വിടുതൽ, അതുപോലെ സ്ട്രോക്ക് വന്നിട്ടും തനിക്ക് എങ്ങനെ, അതും പ്രാർത്ഥനയിലൂടെ തന്നെയാണ്, അമ്മയെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചതെന്നാണ് നമ്മോട് പറയുക. അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് ഈ മകള് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ഈ സാക്ഷ്യ അനുഭവങ്ങൾ, ഈ ദൈവാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കുറച്ചുകൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാകുവാൻ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോകുന്നവർ മാത്രമാകാതെ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകുവാൻ നമുക്കും കഴിയട്ടെ. കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിൽ ഒരുപാട് കോടിക്കണക്കിന് നന്ദി അമ്മയ്ക്ക് അർപ്പിക്കുകയാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ്. ഒരു 40 വയസ്സുവരെ ആത്മീയ മേഖലയിൽ ഒന്നും തന്നെ ഇല്ലാതെ നടന്നിരുന്ന ഒരാളാണ്. ഒരു കലാകാരനാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വേദികളിൽ മിമിക്രി പരിപാടിയായിട്ട് പോയിട്ടുണ്ട്. അപ്പം എന്നാൽ പോലും ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പം ഉള്ളിലൊരു ടെൻഷനാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരുപാട് സന്തോഷമുണ്ട് അമ്മയുടെ ഒരു സാക്ഷിയായി ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. ആദ്യകാലങ്ങളിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം ഇടയ്ക്ക് കൂട്ടുകാരോടൊക്കെ ഒരുമിച്ച് ബിയറൊക്കെ അടിക്കും, അത്യാവശ്യം മദ്യപിക്കും, ആധ്യാത്മിക രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിനുശേഷം ഈ 2022 എൻ്റെ ഭാര്യയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ്. പക്ഷെ അതിനുശേഷം അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്നുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിത്യജീവൻ എന്താണെന്നും നമ്മളെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും മറ്റും മനസ്സിലാക്കിയപ്പം ഞാൻ വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കുമായിരുന്നു. അതായത് നമ്മളെ മരണശേഷം നമ്മളിപ്പോൾ ജീവിക്കുന്നത് 70-80 വർഷം, ചുരുങ്ങിയ വർഷങ്ങൾ അത്രേ ജീവിതമുള്ളൂ. പക്ഷെ അതിനുശേഷം ഉള്ള നമ്മളെ കോടാനുകോടി വർഷങ്ങൾ നമ്മുടെ ജീവിതം എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഈ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഓർത്ത് ഒരുപാട് ടെൻഷൻ മനസ്സിലിങ്ങനെ ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങിയത്, ദൈവത്തെ അറിയാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെയാണ് കൃപാസനത്തിൽ വന്ന ഭാര്യ ഇവിടെ ഉടമ്പടി എടുക്കുന്നതും ഞാൻ കൂടെ, ഭാര്യേൻ്റെ കൂടെ എന്നും ഞാൻ കൃപാസനത്തിൽ വരുമ്പോഴും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ ഞാൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കാറൊക്കെയുണ്ട്. ദൈവത്തെ അറിയുവാൻ, അതായത് മാതാവിലൂടെ ഈശോയെ അറിയുവാൻ വേണ്ടി ആ കാലഘട്ടം മുതലാണ് ഞാൻ ശ്രമിച്ചത്. അതായത് ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, നമ്മുടെ കണ്ണുകൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയണമെന്ന്. അതായത് നമ്മൾ നിത്യ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കണ്ണില്ലാത്തവരായി ഈ ബാഹ്യ ലോകത്ത് ജീവിക്കുന്നതാണ് എന്ന്.
അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. കാരണം പാപം ചെയ്യുന്നതിന് വിലക്കുന്നതിന് വേണ്ടി ബൈബിളിൽ വ്യക്തമായിട്ട് നമുക്ക് വചനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ചും വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് കൃപാസന മാതാവിലേക്കും ഈശോയിലേക്കും അടുത്തത്. ആദ്യം എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് രാവിലെ 5:30 എഴുന്നേൽക്കുന്നൊരു ശീലമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കൃത്യം 5:30 മണിക്ക് മാതാവ് വാതിലിൽ എനിക്ക് ഒരുപാട് അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വാതിലിൽ മുട്ടി വിളിച്ച് ഉണർത്തിയിട്ടുണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എപ്പോഴും മാതാവിനെ ഞാൻ കാണാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃപാസനത്തിൽ വന്നതിന് ശേഷം ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉയർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങളിപ്പോൾ രാവിലെയും പ്രഭാതത്തിലും അതുപോലെ തന്നെ സായാഹ്നത്തിലും പ്രാർത്ഥന നിർബന്ധമാക്കിയ ഒരു കുടുംബമായി മാറി. പ്രാർത്ഥിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ദൈവവിളി ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 5-6 നിയോഗങ്ങൾ ഇവിടെ നമ്മൾ 7 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ 5 നിയോഗങ്ങളും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് 8ാം ക്ലാസ്സിലാണ് അവനിപ്പോൾ പഠിക്കുന്നത്. അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ ചെവി പൊട്ടി ഒലിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യകാലങ്ങളിൽ എൻ്റെ ചെറുപ്പകാലത്തും എൻ്റെ ചെവിയും പൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിന് അത്ര ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല ആദ്യം. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒഴുകും പിന്നെ നിൽക്കും, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ മരുന്ന് തരും, പിന്നെ അത് നിൽക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒലിക്കും. ഇങ്ങനെ അവൻ വളർന്നു വലുതായപ്പോൾ ഞങ്ങളൊരു നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ്റെ ചെവിയുടെ 2 പാടയും പൊട്ടിയിട്ട് പൂർണ്ണമായിട്ടും വലിയ 2 ഹോൾസാണുള്ളത്. അപ്പോൾ എന്തായാലും അവന് ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിലൊരു വിശ്വാസക്കുറവുകൊണ്ട് അടുത്തൊരു ഡോക്ടറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. അപ്പോൾ ഈ ഡോക്ടറും ഇങ്ങനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി. ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടപ്പോഴൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞത്, സ്ഥിരമായി ചെവി ഒലിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ENT സ്പെഷ്യലിസ്റ്റ്, ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ മനോജ് ഡോക്ടറെ കോഴിക്കോട് പോയിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ ഇതെടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഓപ്പറേഷൻ നിർബന്ധമാണ്, ഓപ്പറേഷൻ ഇല്ലാതെ മാറില്ല, നമുക്ക് ഒട്ടിച്ച് വെക്കാനും ഓപ്പറേഷൻ ചെയ്തു വെക്കണമെങ്കിൽ ഓപ്പറേഷൻ തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനത്തിൽ ആഗസ്റ്റ് മാസം ഡോക്ടർ പറഞ്ഞതിന് ശേഷം സെപ്റ്റംബർ 2022 ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉള്ള ഏറ്റവും വലിയൊരു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി എടുത്ത് സന്ധ്യയ്ക്ക് എല്ലാ ദിവസവും ഞങ്ങൾ പ്രഭാതത്തിലും സന്ധ്യയ്ക്കും തൈലം തേച്ചുകൊണ്ട് കുരിശ് വരച്ച് തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ മോൻ്റെ ചെവി ഇന്ന് വരെ ഒലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യമായിട്ട് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഡോക്ടർ അതിനുശേഷം ഞങ്ങൾ വീണ്ടും പറയാൻ വിട്ടുപോയി, ഞങ്ങൾ മോനെയും കൊണ്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു. അച്ഛൻ മകനെ ബ്ലസ് ചെയ്തു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, മോനെ ഓപ്പറേഷനൊന്നും വേണ്ടി വരില്ല, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഇത്രയും താമസിച്ചിൽ ഒരുപാട് വിഷമം അറിയിക്കുകയാണ്. പക്ഷേ ഇതുവരെ മോൻ്റെ ചെവി പിന്നീട് ഒലിച്ചിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ വീണ്ടും പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് കുറച്ച് മാറ്റങ്ങൾ കാണുന്നുണ്ട്, അപ്പം നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് 18 വയസ്സ് വരെ സമയമുണ്ട്, അതിനുള്ളിൽ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞങ്ങൾക്കിവിടെ പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമായിട്ട് ഇവിടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ മോൾക്ക് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് എല്ലാ ദിവസവും രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു, ചെറുപ്പം തൊട്ട്. ഒരിക്കലും ജനിച്ചപ്പോൾ തൊട്ടുള്ള അസുഖമാണ്, ഇതുവരെ മാറിയിട്ടില്ല. എല്ലാ ഡോക്ടർമാരും കുഴപ്പമില്ല, പിന്നെ മാറിക്കൊള്ളും എന്ന് പറയും. പക്ഷേ ഈ ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേന്ന് വരെ മൂത്രമൊഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം ഉടമ്പടി തൈലമൊക്കെ തേച്ചതിന് ശേഷം പിന്നീട് ഇതുവരെ ആ ഒരു അസുഖം മോക്കുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ സ്ഥിരമായി സ്കൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നടുവിന് പണ്ട് തൊട്ട് ഭയങ്കരമായ നടുവേദനയാണ്. ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മുട്ടിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദന, അവിടെ കിടക്കാൻ അത്രയും ഭയങ്കരമായിട്ട് വേദനയായിരുന്നു ആദ്യം എനിക്ക് വന്നപ്പോൾ സംഭവിച്ചത്. പക്ഷേ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ എനിക്ക് അത്തരത്തിലുള്ളൊരു മുട്ടുവേദനയോ നടുവേദനയോ എനിക്ക് ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൊണ്ട് പൂർണ്ണമായിട്ടും അത് മാറി എന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്.
അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് ഞങ്ങൾ പറയാൻ വിട്ടുപോയതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. 2016 സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് 2019 ഞങ്ങൾ വീട്ടിൽ താമസം തുടങ്ങിയത്. അപ്പോൾ താമസം തുടങ്ങിയതിന് ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം, അതായത് പൈസ കൊടുക്കാനുള്ള ആളുകൾ വീട്ടിൽ അന്വേഷിച്ച് വീട്ടിൽ വരുന്ന കാണുമ്പോൾ ഞാൻ ബാത്റൂമിൽ ഒളിച്ചിരുന്ന സമയം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവരോടൊരു അവധി പറയാൻ എനിക്ക് പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഭാര്യ ഞാനിവിടെ ഇല്ല, പുറത്തു പോയതാണെന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ അവസരങ്ങളുണ്ട്. പക്ഷേ അതിനുശേഷം എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ അമ്മേ എനിക്കൊരു ജോലി തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നാണ് അവളിവിടെ വന്ന് പ്രാർത്ഥിച്ചത്, നിയോഗം വെച്ചത്. ആ ജോലി എന്ന് വെച്ചാൽ ഒരു മാസത്തിലൊരു 10,000 രൂപയെങ്കിലും, ആദ്യം 7,000 രൂപ എന്ന് പറഞ്ഞത്, ഒരു 7,000 അല്ലെങ്കിൽ ഒരു 10,000 രൂപയെങ്കിലും ഒരു മാസ വരുമാനമുള്ള ഒരു ജോലി തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു. ആ പരിശുദ്ധ അമ്മ 10,000 അല്ല, 20,000 അല്ല, 30,000 അല്ല, അതിനും മുകളിൽ മാസാമാസം അവൾക്ക് നല്ലൊരു ജോലി കൊടുത്തുകൊണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി കൊടുത്തുകൊണ്ട്, ബിസിനസ്സാണ്, ഫീൽഡ് ബിസിനസ്സാണ്. എന്നാൽ പോലും ഒരുപാട് ബിസിനസ്സുകൾ പരിശുദ്ധ അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും നല്ല ബിസിനസ്സുകൾ തരികയും 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും മാസം വരുമാനം വാങ്ങുന്ന രീതിയിലേക്ക് എൻ്റെ ഭാര്യയെ ഉയർത്തി. അത് പരിശുദ്ധ അമ്മയുടെ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ അമ്മ തന്ന ജോലിയാണ്, ഈ VLM സൊസൈറ്റിയിൽ അമ്മ തന്ന ജോലിയാണ്, പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മ ഞങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ചു എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, അതൊരു സംശയമില്ല. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയോട് 1000 കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, അവരും ഹിന്ദുവാണ്, ജയ എന്നാണ് പേര്. അവരുടെ ഭർത്താവിന് തലയിലൊരു ട്യൂമറുണ്ട് എന്ന് ഡോക്ടർമാർ പറയുകയും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. തക്കാളിയുടെ വലുപ്പത്തിൽ വലിയൊരു ട്യൂമറാണ് എന്നാണ് ആദ്യം ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ആ കുടുംബം ആകെ ടെൻഷനിലായി. പക്ഷേ ഞങ്ങൾ അവരെ ആശ്വസിപ്പിച്ചു, ഒരു കുഴപ്പമില്ല, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയുണ്ട്, കൃപാസന മാതാവുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ, പരിശുദ്ധ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒരു നിയോഗം വെച്ചാൽ ഇതെല്ലാം മാറുമെന്ന് അവരെ പറഞ്ഞു. അവരെ കൂട്ടിക്കൊണ്ട് വന്നു. ഇന്നും അവർ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അവർ 2ാമത്തെ പ്രാവശ്യം കൂടെ വന്നു. പക്ഷെ അവർ ഈ ഭർത്താവ് കഴിഞ്ഞ 1 മാസം മുമ്പ് കോഴിക്കോട് പോയി സർജറി ചെയ്തപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, തക്കാളിയുടെ വലുപ്പമുള്ള വലിയൊരു ട്യൂമർ എന്ന് പറഞ്ഞത് വളരെ നേരിയ ഏറ്റവും ചുരുങ്ങിയ ഒരു ട്യൂമറായിട്ട്, അതായത് സ്കാൻ ചെയ്യുമ്പോൾ പോലും ഇത്ര ഇതായിട്ട് കണ്ടിട്ടില്ല എന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞത് ട്യൂമർ ആണ്. ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞു, പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നു. പഴയതിനേക്കാൾ മിടുക്കനായി അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ മുന്നിൽ വന്ന്, പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാണ്. ഇന്ന് അവർ ഭർത്താവിനെ കൂട്ടിയിട്ടല്ല വന്നത്, അവർ മാത്രമേ വന്നിട്ടുള്ളൂ. അവർ ഉടനെ വന്ന് സാക്ഷ്യം പറയും. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഞങ്ങളുടെ ഈ അനുഭവം കൊണ്ട് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെയും അങ്ങനെ ഒരുപാട് ആളുകളെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് ഉടമ്പടി എടുക്കുവാൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വൈഫിന് ആദ്യകാലങ്ങളിൽ സ്ഥിരമായിട്ട് ബ്ലീഡിങ്, യൂറിൻ ഇൻഫെക്ഷൻ, ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്നൊരു സംഭവമാണ്. അതായത് പുറത്തൊരു ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അപ്പം യൂറിൻ ഇൻഫെക്ഷനാവും. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വൈഫിന് അത്തരത്തിലുള്ളൊരു അസുഖം ഇതുവരെ വന്നിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വൈഫ് ജോലി ചെയ്യുന്ന സൊസൈറ്റി ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി 2 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാനന്തവാടി ഏരിയയിലൊക്കെ ഞങ്ങളെയാണത് ഏൽപ്പിച്ചത്. ഇവിടെ ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബിൽഡിംഗ് കാണിച്ചു, പക്ഷെ ഒന്നും എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഇവിടെ വന്നിട്ടുള്ള ഉടമ്പടി ഉപ്പ് ഞങ്ങൾ ആ ബിൽഡിങ്ങിൽ കൊണ്ട് വിതറുകയും അത് ഒരാഴ്ച കൊണ്ട് തന്നെ തീരുമാനമായി, കച്ചവടമാവുകയും ഇപ്പോൾ ആ ബിൽഡിങ്ങിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളതിനെ കാണുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു ചെറിയൊരു ഉയർച്ചയായിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയായിക്കോട്ടെ, ഏറ്റവും വലിയ രീതിയിൽ പറഞ്ഞ ആധ്യാത്മിക മേഖലയിലുള്ള ഉയർച്ചയായിക്കോട്ടെ, ഇതിനെല്ലാം കാരണം മറ്റാരുമല്ല, പരിശുദ്ധ അമ്മയാണ്. ആ പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി അറിയിക്കുകയാണ്.
അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി ഞങ്ങൾ ചെയ്യാറുണ്ട്. അന്നദാനങ്ങളാണ് ഞങ്ങൾ കൂടുതലായിട്ടും നടത്താൻ ശ്രമിക്കാറ്. ഹോസ്പിറ്റലിൽ അന്നദാനം നടത്തുന്നു. അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിലും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അന്നദാനം നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ പത്രം, അതായത് പരിശുദ്ധ അമ്മയുടെ പത്രം കൊണ്ട് കൊടുക്കുക, ആദ്യകാലങ്ങളിൽ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ ഞങ്ങൾക്ക് തന്ന ഇത്തരം അനുഗ്രഹങ്ങൾ ധാരാളം തരുമ്പോൾ ആ അമ്മയെ നമ്മൾ തള്ളിപ്പറയുന്നതായിട്ട് എൻ്റെ മനസ്സ് അന്ന് കൊടുക്കാതിരിക്കുന്നത്, അത് അത്തരത്തിലുള്ളൊരു ബോധ്യം എന്നിലുണ്ടാവുകയും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഹോസ്പിറ്റലായാലും അതുപോലെ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിലായാലും പിന്നെ എവിടെ ചെന്നിട്ടും, ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ താലൂക്ക് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, ആ ഓഫീസിൽ പത്രം വാങ്ങി വീട്ടിലേക്ക് പോയ ഉടനെ പിറ്റേ ദിവസം തന്നെ ഓഫീസിൽ പോയി എല്ലാ ആളുകളിലും ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയെ എല്ലാവരിലും എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നൂറുകണക്കിന് അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരിലും പത്രം കൊടുക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് തന്നെ നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും, അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. താൻ ഇത്രയും നാളും വിശ്വസിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അനേകായിരങ്ങൾ സാക്ഷികളാകുന്ന ഈ അൾത്താരയിൽ കുടുംബമായി വന്ന് ഈ മകൻ സാക്ഷ്യം പറയുമ്പോൾ ഒരു റീതിങ്കിങ് ആണ് തൻ്റെ ജീവിതത്തിൽ നടന്നതെന്നാണ് പറയുക. നമ്മുടെ ആയുസ് ഏറിയാൽ 70 എന്നുള്ളതാണ്, 70-80 ആ ഒരു രീതിയിൽ നമ്മുടെ ആയുസ് ഉള്ളപ്പോൾ എങ്ങനെ തനിക്ക് ഇത്രയും നാളും തൻ്റെ ജീവിതത്തിൽ ഒരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ ജീവിതത്തെക്കുറിച്ചൊന്നും വളരെ കാര്യമായിട്ടൊന്നും ചിന്തിക്കാതിരുന്ന, ജീവിതം വച്ച് നീട്ടുന്നതൊക്കെ ആവോളം ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം, അതിൽ നിന്നെല്ലാം മാറി പിന്നീട് എങ്ങനെയാണ് ആത്മീയതയിലേക്ക് തനിക്ക് വളരുവാൻ ഉടമ്പടി തന്നെ സഹായിച്ചത്. തൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനുശേഷം തനിക്കുണ്ടായിരുന്ന പല തഴക്കദോഷങ്ങളുമൊക്കെ മാറ്റുവാനും ഇപ്പോൾ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാനുമൊക്കെ തനിക്കും കുടുംബത്തിനും എങ്ങനെ കഴിഞ്ഞു. അതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത്. ഉടമ്പടി നമ്മെ അതിനാണ് പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 7:25 നാം വായിക്കുന്നുണ്ട്: മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല, എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. തനിക്ക് വളരെ ചുരുങ്ങിയ നാളുകളാണ് ബൈബിൾ വായിക്കുകയും ബൈബിളിലൂടെയുള്ള അനുഭവങ്ങൾ ഉള്ളതെങ്കിലും ബൈബിൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഹൃദിസ്ഥമാക്കിക്കൊണ്ട് അത് അക്ഷരം പ്രതി നമ്മുടെ ജീവിതത്തിൽ നാം നിറവേറ്റേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന ഈ മകനും കുടുംബവും നമ്മോട് പറയുന്നത് ജീവിതം, നിത്യ ജീവനെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ താൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെയാണ് അവർക്ക് കിട്ടിയ കൃപകളെക്കുറിച്ച്, ഭൗതികമായ കുറച്ച് അനുഗ്രഹങ്ങൾ, തൻ്റെ മകൻ്റെ രോഗസൗഖ്യം, തനിക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യം, തൻ്റെ വൈഫിന് കിട്ടിയ രോഗസൗഖ്യം, എല്ലാറ്റിലും ഉപരിയായിട്ട് കടബാധ്യതകൾ മൂലം ഒത്തിരിയേറെ വിഷമിച്ചിരുന്ന സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു നല്ല വരുമാന മാർഗം, ഒരു ജോലി ലഭിച്ച് ആ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് അമ്മ നമുക്ക് വേണ്ടി സഞ്ചാരി മാതാവാകുന്നത്, നമുക്ക് വേണ്ടി ഓടി നടക്കുന്ന അമ്മയാകുന്നത്. നാം എവിടെ പോയാലും അമ്മയെ വിളിച്ചാൽ അതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരമ്മയാകുന്നത്. നാം മനസ്സിൽ ചിന്തിക്കുമ്പോഴേ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ അമ്മ നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ള രീതിയിൽ ഈ മകൻ തന്നെ പറഞ്ഞു. അമ്മയുടെ സ്വരം കേട്ടു, അമ്മയുടെ സാന്നിധ്യമുണ്ടായി, ഈ അമ്മ സാന്നിധ്യമായി നമ്മുടെ കൂടെയുണ്ട്. നാം
നിരാശ പിടിച്ച് എന്തെങ്കിലും ആകട്ടെ എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്ന ഒരവസ്ഥയിലല്ല ദൈവം നമ്മോടൊപ്പം വരിക. എന്തു വന്നാലും ദൈവത്തെ മുറുകെ പിടിക്കുമെന്നുള്ള ഒരവസ്ഥയിൽ നെട്ടോട്ടമോടി ആകെ അവശരാകുന്ന ഒരു മക്കളുടെ അടുത്തേക്കല്ല, ദൈവത്തെ തേടുന്ന, ദൈവത്തിന് വേണ്ടി, സത്യദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മക്കളുടെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.